മലപ്പുറത്ത് സ്ഫോടക വസ്തു പിടികൂടിയ കേസിൽ മുഖ്യ ആസൂത്രകൻ എൻഐയുടെ പിടിയിൽ മഞ്ചേരി സ്വദേശി ഹാരിസാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് സ്ഫോടക വസ്തു വിൽപ്പനക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, ഈ കേസിലെ മുഖ്യ ആസൂത്രകൻ എപ്പോഴാണ് പിടിയിലായത്? വിവരങ്ങൾ. ശ്രുതി, എൻഐ ആണ് ഈ കേസിലെ മുഖ്യ ആസൂത്രകനെ പിടികൂടിയത്. മഞ്ചേരിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് എന്നാണ് പറയുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് മലപ്പുറത്ത് ഒരു സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. 89,600 ജെലാറ്റിൻ സ്റ്റിക്കുകളും അതോടൊപ്പം തന്നെ 35 ബോക്സുകളിലായി സൂക്ഷിച്ചിരുന്ന 10,500 നോൺ ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും പിടികൂടുകയും ചെയ്തിരുന്നു. രേഖകളില്ലാതെയാണ് ഇവ കണ്ടെടുത്തത്. തുടർന്ന് പോലീസ് കേസെടുത്തു. അതിനുശേഷമാണ് ഇതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് NIA കേസെടുക്കുകയും പിന്നീട് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. 3 സംസ്ഥാനങ്ങളിലായി വിശദമായി 19 ഇടങ്ങളിലാണ് NIA പരിശോധന നടത്തിയത്. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധനയും അതോടൊപ്പം തന്നെ അറസ്റ്റുകളും നടന്നിരുന്നു. എന്തായാലും മുഖ്യ ആസൂത്രകനായ ഹാരിസിന്റെ കൂടി അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായതോടുകൂടി 10 പേരെയാണ് ഈ കേസിൽ ആകെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 7-നാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ വിജയപുര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളുടെ കൂടി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഹാരിസ് കൂടി പിടിയിലായിരിക്കുന്നത്. അന്വേഷണം തുടരുകയാണ് എന്നാണ് ഇപ്പോൾ NIA പറയുന്നത്. എന്തായാലും എങ്ങനെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത്, എന്തിനാണ് എത്തിച്ചത്, എങ്ങനെയാണ് ഇത്തരത്തിൽ രേഖകളില്ലാതെ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ കഴിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ NIA വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും മുഖ്യ ആസൂത്രകൻ ഇപ്പോൾ NIAയുടെ പിടിയിലായിരിക്കുകയാണ്. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.